പ്രേക്ഷകരും ആരാധകരും ഒക്കെ മിസ് ചെയ്യുന്ന ഒരു മോഹൻലാൽ കഥാപാത്രമുണ്ട്. അതിനെയൊക്കെ കൊണ്ടുവരാനാണ് പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളുടെ വിജയമാണ് കഴിഞ്ഞ സിനിമകളിൽ നമ്മൾ കണ്ടത്. തുടരും പോലൊരു സിനിമ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു മോഹൻലാലിനെ തരുൺ മൂർത്തി നമുക്ക് പല സീനുകളിലൂടെയും തരികയുണ്ടായി. ആക്ഷൻ കുടുംബസ്ഥനായ ഒരു കഥാപാത്രം, ഏറ്റവും താഴെക്കടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മോഹൻലാൽ, അങ്ങനെ പല മോഹൻലാൽ മാനർസങ്ങളെ കാണിച്ച് നമ്മളെ ഞെട്ടിപ്പിച്ചു. ഇനിയും മോഹൻലാലിൽ നിന്നും മിസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഓരോ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും എല്ലാവരും. ഇപ്പോൾ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യത്യസ്തമായ മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സാധാരണ മോഹൻലാൽ സത്യനന്ദിക്കാട് ഒന്നിക്കുമ്പോൾ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, അത് ഈ മോഹൻലാൽ കഥാപാത്രത്തിലും കാണാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോഴിതാ മറ്റൊരു ആഘോഷം ആക്കാൻ സാധിക്കുന്ന ഒരു മോഹൻലാലിനെ കൊണ്ടുവരാൻ ഒരുങ്ങിയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഒരു മോഹൻലാലിനെ നമ്മൾ അടുത്തിടെ തിയേറ്ററിൽ കണ്ടു. ചോട്ടാ മുംബൈയിലെ മോഹൻലാൽ. അങ്ങനെ ഒരു ഫുൾ ഓൺ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു മോഹൻലാലിനെ കണ്ടിട്ട് കുറേ വർഷമായി. അങ്ങനെ ഒരു മോഹൻലാലിനെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. അടുത്തിടെയാണ് ധ്യാൻ ശ്രീനിവാസൻ മോഹൻലാലിനോട് ഒരു കഥ പറഞ്ഞു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നത്. മോഹൻലാലിനെ നായകനാക്കി താൻ എന്നെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിത്രത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ധ്യാൻ ശ്രീനിവാസൻ എത്തിയത് കൗതുകമായി. മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കുന്ന ഒരു ചിത്രം ഒരുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ധ്യാൻ പറഞ്ഞു. അത്തരമൊരു ചിത്രത്തെക്കുറിച്ച് നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും തന്റെ ആഗ്രഹം മോഹൻലാലിന്റെ മകൻ പ്രണവുമായി പങ്കുവച്ചിരുന്നു എന്നും ധ്യാൻ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ഞാനും വിശാഖും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത് അങ്ങനെ ഒരു സിനിമയാണ്. ഒരുപാട് സിനിമകൾക്കിടയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കഥയുണ്ടായിരുന്നു. കുറെ മുമ്പേ ആലോചിച്ചതാണ്. ആഗ്രഹങ്ങളാണല്ലോ. ആർക്കാണ് ലാൽ സാറിനെ വെച്ച് മമ്മൂക്കയെ വെച്ചും സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാത്തത്? എമ്പുരാനും തുടരും വരുമ്പോൾ തന്നെ ഒരു ചോട്ടാ മുംബൈ വന്നപ്പോൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു. മോഹൻലാൽ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ പുറത്ത് ഡാൻസ് ചെയ്യുന്നു, അദ്ദേഹം സ്ക്രീനിൽ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിനിമ വരണം, കാണണം എന്ന് എനിക്കും വിശാഖിനും ആഗ്രഹമുണ്ട്. സുചിത്രാക്കയുടെയും പ്രണവിന്റെയും കൂടെ വിമാനത്തിൽ പോകുമ്പോൾ ഞാനൊരു സംഭവം ആലോചിക്കുന്നുണ്ട് എന്ന് പ്രണവിനോട് പറഞ്ഞു. നടക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല, 10% സാധ്യതയുള്ളൂ. പക്ഷേ ഞാനൊരു ശ്രമം നടത്തും. ചിലപ്പോൾ ഞാൻ പോയി കഥ പറയും. ഇപ്പോഴാവണം എന്നൊന്നുമില്ല. എന്നാൽ അടുത്തിടെ ധ്യാൻ ശ്രീനിവാസൻ മോഹൻലാലിനോട് കഥ പറഞ്ഞു എന്ന കാര്യം പുറത്തുവിട്ടത് ട്രാക്കർമാരാണ്. ഇങ്ങനെയൊരു കാര്യം അവർ പറയണമെങ്കിൽ ധ്യാൻ മോഹൻലാലിനോട് കഥ ഡിസ്കസ് ചെയ്ത് കാണും എന്നത് ഉറപ്പിക്കാവുന്നതാണ്. ഇനിയാണ് എന്തെങ്കിലും സംഭവിക്കാൻ ഉള്ളതും. എന്തായാലും സംഭവിക്കട്ടെ, അങ്ങനെയൊന്നും നടക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നതും. എന്റെ ടൈപ്പിലുള്ള ഹ്യൂമർ വേൾഡിൽ അദ്ദേഹത്തിന്റെ ഡാൻസും പാട്ടും അടിപിടിയും മസാലയും ഇനി അതും കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ഷോ. ഇത് പറയുമ്പോൾ മോഹൻലാലിലൂടെ നമ്മൾ മിസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുവരാനാണ് ഓരോ സംവിധായകരും സിനിമാക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് ധ്യാൻ പറഞ്ഞത്. മറ്റൊന്ന് അതിലും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര ആക്ഷൻ ഒരുക്കാൻ ഒരുങ്ങുന്നു. അതും സാക്ഷാൽ മഹേഷ് നാരായണൻ. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഗംഭീര ആക്ഷൻ ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മോഹൻലാൽ പങ്കെടുക്കുന്ന ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണം എടപ്പാളിലാണ് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് എന്നാണ് വിവരങ്ങൾ. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം അടുത്ത ദിവസം എടപ്പാളിൽ പുനരാരംഭിക്കും. മോഹൻലാൽ പങ്കെടുക്കുന്ന ആക്ഷൻ രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. 4 ദിവസത്തെ ചിത്രീകരണമാണ്. ഇന്ദ്രൻസ് ആണ് ഈ പ്രൊഡക്ഷനിൽ മറ്റൊരു താരം. ചിത്രത്തിന്റെ 9ാം ഷെഡ്യൂളാണ്. ശ്രീലങ്കയിൽ ആയിരുന്നു 8ാം ഷെഡ്യൂൾ നടന്നത്. മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഉൾപ്പെടുന്ന രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത്. ശ്രീലങ്കയിൽ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളും. ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കെടുത്തിരുന്നു. അതേസമയം എടപ്പാളിന് ശേഷം കൊച്ചിയിലാണ് അടുത്ത ഷെഡ്യൂൾ. ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടി പങ്കെടുക്കുമെന്നാണ് വിവരം. നയൻതാരയാണ് നായിക. ജൂലൈയിലാണ് കൊച്ചി ഷെഡ്യൂൾ. കൊച്ചി ഷെഡ്യൂളിൽ മോഹൻലാലും നയൻതാരയും പങ്കെടുക്കുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായാണ് മഹേഷ് നാരായണൻ ചിത്രം ഒരുങ്ങുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ആദ്യമായാണ്. ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രന്മാരിൽ ഒരാളായ മനുഷ് നന്ദനാണ് ക്യാമറ ചലിപ്പിക്കുന്നത്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് നിർമ്മാണം.